ഡൽഹി തെരഞ്ഞെടുപ്പിൽ അത്ഭുതം സൃഷ്ടിച്ച ആം ആദ്മി പാർട്ടി കേരളത്തിലും സജീവമാവുന്നു. വിവിധ പരിപാടികളോടെ പാർട്ടിയുടെ കേരള ഘടകം ഉടൻ രംഗത്തെത്തും. അതേസമയം ആം ആദ്മി പാർട്ടിക്ക് സോഷ്യൽ നെറ്റ്വർക്ക് വഴി ലഭിക്കുന്ന പിന്തുണ പാർട്ടിയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തെ സഹായിക്കുമോ എന്നാണ് രാഷ്ട്രീയ രംഗം ഉറ്റുനോക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ കോഴിക്കോട് നടന്ന സൗഹൃദ കൂട്ടായ്മയിൽ തുടക്കത്തിലുണ്ടായിരുന്നത് കുറച്ചുപേർ മാത്രം. പിന്നീട് ഓരോരുത്തരായി വന്നു ചേർന്നു. ഒടുവിൽ അത് 50-ലധികം ആളുകളായി. കേട്ടറിഞ്ഞെത്തിയവരായിരുന്നു മിക്കവരും. നാടിന്റെ വികസനം, ജനങ്ങളുടെ ഉന്നമനം അല്ലെങ്കിൽ അതിലുള്ള ക്ഷേമ പ്രവർത്തനം ഒന്നിലും ഒരു പാർട്ടിക്കും താല്പര്യമില്ല. ഈ സമയത്താണ് ഒരു പുതിയ മൂവ്മെന്റ് തുടങ്ങിയിരുന്നുള്ള വിവരം നമ്മൾ അറിയുന്നത്. അങ്ങനെ എൻ്റെ സുഹൃത്ത് വഴിയാണ് ഞാൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയതും. പിന്നെ ഇത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് ജനങ്ങളെ ആകർഷിച്ച് കൊണ്ടുവന്ന ഒരു പാർട്ടി, വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പാർട്ടിയുടെ നിലവിലെ പ്രവർത്തകർ നയങ്ങളും അജണ്ടകളും വ്യക്തമാക്കി. ഇതിനുശേഷം താല്പര്യമുണ്ടെങ്കിൽ മാത്രം മെമ്പർഷിപ്പ് എടുത്താൽ മതി. ഡൽഹിക്ക് പിന്നാലെ കേരളത്തിലെ ജനങ്ങളും ചൂലെടുക്കുന്നതിന്റെ സൂചനയാണ് സോഷ്യൽ നെറ്റ്വർക്കുകൾ കാണിക്കുന്നത്. നേരത്തെ 6000-ഓളം പേർ ലൈക്ക് ചെയ്തിരുന്ന ആം ആദ്മി പാർട്ടിയുടെ കേരള ഫേസ്ബുക്ക് പേജിന് ഡൽഹിയിലെ വിജയത്തിന് ശേഷം 1,06,300-ഓളം ഇഷ്ടക്കാരായി. നമ്മുടെ ഈ മൂവ്മെന്റിൽ ചെറുപ്പക്കാർ അത്രയും ആകൃഷ്ടരായിരിക്കുന്നു. അവർക്ക് ഇതുവരെ ഒരു വേദി ഉണ്ടായിരുന്നില്ല. ആം ആദ്മി പാർട്ടി എല്ലാ ജില്ലകളിലും സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട്. കേരള ഘടകം നേരത്തെ നിലവിലുണ്ടെങ്കിലും സജീവമായ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നത് ഇപ്പോഴാണ്. ഡൽഹിയിലെ തിളക്കം കേരളത്തിലും പ്രതിഫലിപ്പിക്കാമെന്ന് പാർട്ടി കരുതുന്നു. ഷിത, മീഡിയ 1, കോഴിക്കോട്. AAPയുടെ കേരള ഘടകം സജീവമാവുന്നു. ഫേസ്ബുക്കിലും AAPക്ക് കേരളത്തിൽ വലിയ പ്രചാരമാണ് കിട്ടുന്നത്. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്നത്. തൃശൂർ സ്റ്റുഡിയോയിൽ നിന്ന് സുനിൽ ജോർജ്, AAPയുടെ കേരള ഘടകത്തിന്റെ ട്രഷറർ. കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് VK ആദർശ്, ഒപ്പം NM പിയേഴ്സൺ രാഷ്ട്രീയ നിരീക്ഷകൻ ടെലിഫോൺ ലൈനിലും ചേരുന്നു. ആദ്യം ശ്രീ സുനിൽ ജോർജ്, എത്രമാത്രം പ്രതീക്ഷ വെക്കാൻ കഴിയുന്നുണ്ട് AAPക്ക് കേരളത്തിൽ? ആം ആദ്മി പാർട്ടിക്ക് ഡൽഹി കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ സ്വാധീനം നടത്താൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങൾ യഥാർത്ഥ രാഷ്ട്രീയവും സുതാര്യവും സത്യസന്ധവുമായ രാഷ്ട്രീയവും തിരിച്ചറിയുമെന്ന് ആം ആദ്മി പാർട്ടി വിശ്വസിക്കുന്നു. അത്തരം പ്രതികരണങ്ങളാണ് ഡൽഹി ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷവും കേരളത്തിലെ ഓരോ മേഖലയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ജനങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെയാണ് ആം ആദ്മി പാർട്ടിയെ കാണുന്നത്. കേരളത്തിലെ അതിൻ്റെ സോഷ്യൽ മീഡിയകളിലായാലും മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഇടയിലായാലും മാധ്യമങ്ങളുടെ ഇടയിലായാലും എന്തുകൊണ്ട് ഈ പാർട്ടി ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രത്തോളം ചർച്ചയാകുന്നു? സാധാരണക്കാരായ ജനങ്ങൾ, തൊഴിലാളികൾ, ഏത് മേഖലയിലും ഇന്ന് ആം ആദ്മി എന്ന ഒരു വചനം മാത്രമാണ് എല്ലാവരും ഉരുടുന്നത്. എന്തുകൊണ്ടാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ ഇത്രത്തോളം സ്വാധീനം ആം ആദ്മി പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞെങ്കിൽ ഇതൊരു തുടക്കം മാത്രമാണ്. വളരെ പ്രത്യാശയിലേക്കും തീർച്ചയായും നമ്മുടെ രാജ്യത്തിന് വലിയൊരു മാറ്റം വരുത്താൻ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുമെന്ന് നമ്മുടെ ജനങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് നമ്മൾ താങ്കളിലേക്ക്. ശ്രീ VK ആദർശ്, ആം ആദ്മി പാർട്ടിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും പറയാറുള്ള ചില പ്രയോഗങ്ങളുണ്ട്. അരാഷ്ട്രീയവാദം, ഒപ്പം കാൽപ്പനികർ, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ സുനിൽ ജോർജ് വയ്ക്കുന്ന വലിയ പ്രതീക്ഷ, ആ പ്രതീക്ഷയെ എത്രമാത്രം യാഥാർത്ഥ്യബോധവുമായി ചേർന്ന് നിൽക്കുന്നു? ഫേസ്ബുക്കിൽ വലിയ രീതിയിൽ, സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ജനപിന്തുണ കിട്ടുന്നു എന്നതോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഓളത്തിന്റെ കൂടെ ആളുകൾ നിൽക്കുന്നതോ, അത് വെറും ഒരു ആൾക്കൂട്ടമായി മാത്രം അവശേഷിക്കുമെന്നും വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായ സംഘാടനത്തിൽ നിന്ന് അത് എത്രമാത്രം അതിനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നും ഒക്കെയുള്ള സംശയങ്ങളാണ് ആ രീതിയിലുള്ളവർ പ്രകടിപ്പിക്കുന്നത്. കേരളത്തിന്റെ കാര്യത്തിൽ അടുത്തൊരു 5-6 വർഷത്തേക്ക് വലിയ പ്രതീക്ഷകളൊന്നും വെക്കണ്ട എന്നാണ് തോന്നുന്നത്. അങ്ങനെ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഡൽഹിയിലെന്ന് പറയുന്നത് നയപരമായി ഈ BJP ആയാലും കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ വലതുപക്ഷ പാർട്ടികളെല്ലാം നയപരമായി ഏകദേശം ഒരു ചേരിയിലാണ്. മറുചേരി ജനങ്ങളുടെ ചേരി എന്നുള്ള രീതിയിൽ രൂപപ്പെട്ടു വരികയും ആ രൂപപ്പെട്ടു വരുന്ന ചേരിക്ക് ഡൽഹി പെൺകുട്ടിയുടെ സംഭവം അടക്കം ആ ഒരു ചേരിയുടെ വിചാരങ്ങൾ പെട്ടെന്ന് ആളിക്കത്തിക്കാനുണ്ടായ ഒരുപാട് ഒരു രാസത്വരകമായി പ്രവർത്തിക്കുന്ന ഒരുപാട് കാരണങ്ങൾ അവിടെ ഉണ്ടായി. പക്ഷെ കേരളത്തിലെ കാര്യം നോക്കൂ, എന്താണ് ദളിത് വിഷയങ്ങളിൽ
അല്ലെങ്കിൽ ആദിവാസി പ്രശ്നങ്ങളിലെ അല്ലെങ്കിൽ മലയോരമായി ബന്ധപ്പെട്ട ഗാഡ്ഗിൽ പോലെയുള്ള വിഷയങ്ങളുടെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലൊക്കെ എന്താണ് ഒക്കെ പോട്ടെ, നാഷണൽ ഹൈവേയുടെ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവരുടെ വീക്ഷണം? ഇത്തരത്തിൽ നയപരമായ കാര്യങ്ങളിൽ വളരെ കുലങ്കഷമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമൂഹമാണ് കേരളം. ഇവിടെ ഇനി ഫേസ്ബുക്കിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഞാൻ ഈ നേരത്തെ പറഞ്ഞതൊക്കെ വളരെ ചെറിയ ചെറിയ ഏർപ്പാടുകൾ മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടി വിശാലമായ പലവിധ കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും, സംവരണം അടക്കമുള്ള വിഷയങ്ങൾ. ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ നേരത്ത് എന്താണ് ഇവരുടെ നയം എന്ന് പറയുന്നത്? ഇവരുടെ ഉള്ളിൽ തന്നെ വലിയൊരു വലിയൊരു എതിർപ്പ് അല്ലെങ്കിൽ വലിയ തരത്തിൽ വിരുദ്ധ ചേരികൾ രൂപപ്പെടാനുള്ള ഒരു സാധ്യത കേരളത്തിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലെ അല്ലെങ്കിൽ അതിനോടൊപ്പമുള്ള 5-6 ആൾക്കാർ വൻതോതിൽ ജനതയെ ആകർഷിക്കാൻ പറ്റുന്ന കെൽപ്പുള്ള, കാമ്പുള്ള, കഴമ്പുള്ള നേതാക്കന്മാരായിരുന്നെങ്കിൽ കേരളത്തിൽ ഇതിനെ മുന്നോട്ട് നയിക്കുന്നതിൽ എത്ര പേരുണ്ട് കാര്യമായി തന്നെ ജനപിന്തുണയുള്ളവർ? ഒന്നും വേണ്ട, അവരുടെ ഒരു ഫോട്ടോ കാണിച്ചാൽ തന്നെ കേരളത്തിലെ ഈ ഫേസ്ബുക്കിൽ ഇരിക്കുന്ന 10% പേര്, ആ മൊത്തം പോപ്പുലേഷന്റെ 10-15% മാത്രമേ ഉള്ളൂ ഫേസ്ബുക്കിൽ. അത് തന്നെ ഇടതു വലതു താല്പര്യത്തോടുകൂടി സംസാരിക്കുന്ന അല്ലെങ്കിൽ BJP താല്പര്യത്തോടുകൂടി സംസാരിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. ഇതൊക്കെ കഴിച്ചു കിട്ടിയാൽ കിട്ടുന്നത് 3-4% നമ്മൾ ഈ പറയുന്ന ന്യൂട്രൽ അല്ലെങ്കിൽ നടുവേ പോകുന്ന ആൾ എന്ന് വിശ്വസിക്കാൻ പറ്റുന്നത്. ഇതുകൊണ്ട് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം കേരളം രാഷ്ട്രീയപരമായി 2 വിരുദ്ധ ചേരികളിലാണ്. അത് ഇടതു വലത് ചേരികൾ പ്രത്യയശാസ്ത്രപരമായും അല്ലെങ്കിൽ നയപരിപാടികളുമായും ബന്ധപ്പെട്ടാലും ഇവർ വിരുദ്ധ ചേരികളിലാണ്. ഇന്റർനെറ്റിന്റെ സാന്നിധ്യം കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലെ മാധ്യമ പിന്തുണ അല്ലെങ്കിൽ മാധ്യമ സാക്ഷരത കൂടിയ ഒരു സമൂഹം കൊണ്ടോ കേരളവും ഡൽഹിയുമായൊക്കെ താരതമ്യപ്പെടുത്താമെങ്കിലും യഥാർത്ഥ ഇലക്ഷന്റെ നമ്പറിലേക്ക് വരാൻ നേരത്ത് ഇത് വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിന്തിക്കാൻ പറ്റില്ല. ശ്രീ NM Pearson, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുന്നുമില്ല, അല്ലെങ്കിൽ ഇത് വോട്ടാക്കി മാറ്റുന്നതിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല, തെരഞ്ഞെടുപ്പുകളിൽ ഇതിന് എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും എന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ കേരളത്തിലും ആം ആദ്മി പാർട്ടിക്ക് വലിയ പിന്തുണ കിട്ടുന്നു. ഈ പിന്തുണ എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ പിന്തുണയെ ഒരു രാഷ്ട്രീയ ശക്തിയാക്കി വളർത്തിയെടുക്കാൻ ആ പാർട്ടിക്ക് സാധിക്കുമോ? അതിന് മാത്രം രാഷ്ട്രീയമായ എന്തെങ്കിലും ശക്തി ആ പ്രസ്ഥാനത്തിനുണ്ടോ? നമ്മള് ആം ആദ്മി പാർട്ടിയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് അതൊരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് ചർച്ച ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ നിലനിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ജീർണത പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അസക്രിയമായി കഴിഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ബദലിനെ കുറിച്ചുള്ള ചിന്തയും ആ ചിന്ത ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹരിക്കുന്ന തരത്തിലേക്ക് സംഘാടനം ചെയ്യപ്പെടുന്ന വലിയൊരു സംഘടിത സംവിധാനമായി വളരുകയും ചെയ്തതിന്റെ ഒരു ഫലമാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ വിജയം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായി കേരളത്തിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇടതുപക്ഷ രാഷ്ട്രീയം വിപണനം ചെയ്യുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമാകുകയും ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷമല്ലാതായി തീരുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം നിലവിലുണ്ട്. 1. 2, വലതുപക്ഷം എന്ന് കണക്കാക്കപ്പെടുന്നതായിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്ക് പോലും വലതുപക്ഷ രാഷ്ട്രീയത്തെ നിലനിർത്താൻ കഴിയാത്ത സാഹചര്യം വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നിലനിൽക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന സമയത്ത് അതിനേക്കാൾ ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു രാഷ്ട്രീയവൽകൃത സമൂഹം എന്ന് പറയുന്നത് കേരളത്തിനകത്ത് രൂപപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഏത് രീതിയിലാണ് വരാൻ പോകുന്ന കാലത്ത് പാകപ്പെടുക എന്നുള്ളത് വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് അതിൽ മറ്റൊരു കാര്യം വി കെ ആദർശ് ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലെ ഹൈവേ വികസനം സംബന്ധിച്ച നിലപാട്, ദളിത് പ്രശ്നങ്ങളിലുള്ള നിലപാട്, സ്ത്രീ പ്രശ്നങ്ങളിലുള്ള നിലപാട്, അല്ലെങ്കിൽ കേരളം അഭിമുഖീകരിക്കുന്ന മറ്റ് പാരിസ്ഥിതികമായ പ്രശ്നങ്ങളിൽ കസ്തൂരിരംഗൻ പോലുള്ള വിഷയങ്ങളിൽ ഒക്കെ ആം ആദ്മി പാർട്ടി എടുക്കുന്ന നിലപാട്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തത അവർക്കുണ്ടോ? ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഓടിക്കൂടുന്ന ഒരു ആൾക്കൂട്ടം മാത്രമായി അത് തരം താഴുന്ന ഒരവസ്ഥയില്ലേ? കേരളത്തിലെ സംഘടനത്തെ കുറിച്ച് ശ്രീ പിയേഴ്സൺ. ഹലോ. തീർച്ചയായിട്ടും അതിന് നിലവിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളില്ല എന്നുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ള പോരായ്മ തന്നെയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ഇത്തരം വിഷയങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ നിലപാടെടുക്കുന്നതിന് വേണ്ടത് അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയ വീക്ഷണം തന്നെയാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയ വീക്ഷണം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ സാമ്പത്തിക, സാംസ്കാരിക, സാമൂഹ്യ കാര്യങ്ങളിൽ ഇടപെടുന്നതായിട്ടുള്ള നിലപാടുകളാണ്. ആ നിലപാട് രൂപപ്പെടുത്തുന്നതിന് പലപ്പോഴും പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു
എന്താണ് ഒരു ടൂളായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു ടൂള് യഥാർത്ഥത്തിൽ ഈ പാർട്ടി രൂപപ്പെടുത്തിയെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നതായിട്ടുള്ള വലിയ പരിമിതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുധാരണ അല്ലെങ്കിൽ പൊതു താല്പര്യം, പൊതു സ്വീകാര്യത, അതിന്റെ പിന്നാലെ ആ പാർട്ടിക്ക് പോരാനായിട്ട് കഴിയും എന്നുള്ളത് ശരിയാണ്. അതിനപ്പുറത്തേക്ക് വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള കാഴ്ചപ്പാടിലേക്ക് അത് വളർത്തിയെടുക്കണമെങ്കിൽ രാഷ്ട്രീയ അന്വേഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതെ, ശ്രീ സുനിൽ ജോർജ്, രാഷ്ട്രീയമായ ഒരു അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ വീക്ഷണം വേണം, ഒരു പ്രത്യയശാസ്ത്ര പിൻബലം വേണം. അത് ഒന്നുമില്ലാതെ പെട്ടെന്ന് ഒരു ഡൽഹി വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ തട്ടിക്കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പതനത്തിലേക്ക് അത് വഴുതി പോകാൻ ഇടയില്ലേ? അതിനെങ്ങനെയാണ് അതിജീവിക്കാൻ പോകുന്നത്? നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കണം. നമ്മൾ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ച് ഈ 67 വർഷമായി. ഈ 67 വർഷമായിട്ട് ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, 900 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിലവിലുണ്ട്. ഇവരുടെ എല്ലാം നിലപാടുകളും നയങ്ങളും വളരെ സുന്ദരവും കാണുമ്പോൾ തേനും പാലും ഒഴുക്കുന്നതായിരിക്കാം. പക്ഷെ ഇവിടെ നടപ്പാക്കുന്നത് എന്താണ്? ഇവിടെ നയങ്ങൾ നയം എന്ന് പറയുകയും ആ നയങ്ങളല്ല ഇവിടെ നടപ്പിലാക്കുന്നത്. അങ്ങനെ നടപ്പിലാക്കിയാൽ നമ്മുടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറഞ്ഞിട്ടുള്ള മുന്നോട്ട് വെച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ, പ്രകടന പത്രികകൾ, ഇവരുടെ സാമ്പത്തിക നയങ്ങൾ, മറ്റ് ഓരോ വിഷയങ്ങളും ഇതെല്ലാം നടപ്പിലാക്കിയെങ്കിൽ ഈ ആം ആദ്മി പാർട്ടിയോ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷനോ ഈ അഴിമതി വിരുദ്ധ പ്രസ്ഥാനമോ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. അത്തരം വിഷയങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയും പാർട്ടിക്ക് നയമില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചിലതെല്ലാം കാണാതെ മറ്റു ചിലതിനെ മാത്രം ഉയർത്തി കാണിക്കുകയാണ്. ഇപ്പോൾ പാർട്ടിക്ക് നയമില്ല എന്ന് പറയുന്നു. ആം ആദ്മി പാർട്ടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളുടെ നയമാണ് ആം ആദ്മി പാർട്ടിയുടെ നയം. ഒരു വിഷയത്തിൽ ഇടത് നയമാണ് ജനങ്ങളുടെ നയം, അതായത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമെങ്കിൽ ആ വിഷയത്തിൽ ഇടത് നയമായിരിക്കും ഞങ്ങളുടേത്. അതേസമയം മറ്റൊരു വിഷയത്തിൽ വലതുപക്ഷ നയമാണ് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമെങ്കിൽ ആ നയം വലതുപക്ഷമായിരിക്കും ആ പ്രശ്നത്തിൽ നമ്മൾ എടുക്കുന്നത്. അതൊക്കെ വളരെ സങ്കീർണമാണ് ശ്രീ. അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ മലയോര മേഖലയിലുള്ള ജനങ്ങളുടെ പക്ഷം എടുക്കുമ്പോൾ പശ്ചിമഘട്ട സംരക്ഷണത്തിൽ നമ്മൾ എവിടെ നിൽക്കേണ്ടി വരും എന്ന ചോദ്യം വരും. തീർച്ചയായും ഞങ്ങൾ ആ കാര്യത്തിൽ കൃത്യമായ അഭിപ്രായം പറഞ്ഞു. ശ്രീ സുനിൽ ജോർജ്, താങ്കളോടല്ല, ശ്രീ NMPS. പക്ഷെ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മുഖ്യ ചുമതല എന്ന് പറയുന്നത് ജനങ്ങളുടെ ആഗ്രഹങ്ങളും ജനങ്ങളുടെ ഇച്ഛകളും എങ്ങനെയായിരിക്കണം എന്ന് രൂപപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ശരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ രൂപരേഖ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ ജനങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങോട്ടാണോ ചലിക്കേണ്ടത് അങ്ങോട്ട് ചലിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള നേതൃത്വപരമായിട്ടുള്ള പങ്ക് ഉണ്ടാക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് ആ പ്രസ്ഥാനം ഒരു സമൂഹത്തിന്റെയും ജനങ്ങളുടെയും പ്രസ്ഥാനമായി മാറിത്തീരുള്ളൂ. ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് പോലെയുള്ള അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന നിലപാട് എന്തായിരിക്കണം? അത് അതിജീവനത്തിന്റെ രാഷ്ട്രീയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സമൂഹത്തിന്റെ ആവാസ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് നമുക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കഴിയുക എന്ന് പറയുന്ന വലിയൊരു രാഷ്ട്രീയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ ശരിയായിട്ടുള്ള നിലപാടെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്ന് പറയുന്ന തരത്തിലേക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയമുള്ള വ്യക്തികൾ അത്തരത്തിലുള്ള നിലപാടെടുക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ശ്രീ PSN മടങ്ങി വരാം. ശ്രീ സുനിൽ ജോർജ്, എന്താണ് നിലപാട്? താങ്കൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. ഒരു പശ്ചിമഘട്ട സംരക്ഷണം പൂർണ്ണമായി തള്ളിക്കളയും. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ വിഷയത്തിൽ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടി രൂപീകരിച്ചത് കേവലം ഒരു വർഷം മാത്രമായിട്ടുള്ളൂ. ഞങ്ങൾ രൂപീകരണ വേളയിൽ തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു എന്താണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്ന്. അത് കൃത്യമായി ഞങ്ങളുടെ ഒരു അജണ്ടയായി കൃത്യമായി നമ്മൾ പറഞ്ഞിരിക്കുന്നു. ഏതെല്ലാം വിഷയങ്ങളാണ് നമ്മൾ അടിസ്ഥാനപരമായി ഉയർത്തി കാണിക്കുന്നത്. പിന്നീട് 35 വിഷയങ്ങൾ, വികസന കാര്യമായാലും മറ്റ് സാമ്പത്തിക കാര്യമായാലും മറ്റ് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും 35 വിഷയത്തിൽ സബ് കമ്മിറ്റികൾ ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ സബ് കമ്മിറ്റികളുടെ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞങ്ങളുടെ നയങ്ങൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും. പക്ഷെ ഇവിടെ ഈ 100 വർഷം പഴക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊപ്പമാണ് ഇന്ന് ആം ആദ്മി പാർട്ടിയെ
ചർച്ച ചെയ്യുന്നതും വിലയിരുത്തുന്നതും. അതാണ് ഇവിടെ വിഷയം. കാരണം ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വിഘടിച്ചു വന്നവരോ അവരിൽ നിന്ന് വഴിമാറി വന്നവരോ അല്ല. അവരെല്ലാം കാലങ്ങളായി ഇവിടെ രൂപപ്പെട്ടിട്ടുള്ള ആശയങ്ങളിൽ നിന്ന് കുറച്ച് അടർത്തി മാറ്റിയെടുത്ത് വന്നവരാണ്. പക്ഷെ ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, ജനങ്ങളുടെ ആവശ്യമാണ് ആം ആദ്മി പാർട്ടിയുടെ നയം. ശ്രീ വി കെ ആദർശ്, ജനങ്ങളുടെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ അവകാശങ്ങൾ അത് മുൻനിർത്തുമ്പോൾ അതിൽ എന്ത് തരത്തിലാണ് നേരത്തെ ശ്രീ NMPSN പറഞ്ഞതുപോലെ ജനങ്ങളുടെ ചിന്തയെ തന്നെ സ്വാധീനിക്കാവുന്ന രീതിയിലുള്ള ശക്തിയായി വളരുക എന്നതാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സാധ്യത എന്ന് പറയുന്നത്. അതുകൂടി കണക്കിലെടുക്കേണ്ടതില്ലേ? ഇത് അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി സംസാരിച്ചത് ഏകദേശം ഉപരിപ്ലവമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കുറഞ്ഞ പക്ഷം ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരത്തിന്റെ ഒരു ചരിത്രബോധം വെച്ച് നമുക്ക് ഇക്കാര്യത്തിന് സമീപിക്കാൻ പറ്റൂ. ഈ പറയുന്ന അഴിമതി എന്ന് പറയുന്നത് പുറമേ കാണുന്ന ഒരു രോഗമാണ്. എന്താണ് ഈ രോഗത്തിന്റെ യഥാർത്ഥ കാരണം? എന്താണ് ഇതിന്റെ അകക്കാമ്പിൽ സംഭവിക്കുന്നത്? ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നയപരമായ വ്യതിയാനമാണ്. നെഹ്റുവിന്റെ കാലത്ത് ഇന്ദിരയുടെ കാലത്ത് ഉണ്ടായിരുന്നതിന്റെ 50 ഇരട്ടി അല്ലെങ്കിൽ 10,000 ഇരട്ടി അഴിമതി ഇന്ന് ഈ സമകാലീന ലോകത്ത് അത് BJP ആയാലും കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും ഭരിക്കുമ്പോൾ ഉണ്ടാകുന്നതെങ്കിൽ അവരുടെ നയപരിപാടികൾ എത്രമാത്രമാണ് വെള്ളം ചേർക്കപ്പെട്ടത്? ആഗോളവൽകൃത, അതായത് 90-ന് ശേഷം ആഗോളവൽക്കരണ അനന്തര കാലഘട്ടത്തിൽ എത്രമാത്രം വലിയ തോതിലാണ് അഴിമതി വർദ്ധിച്ചത്? കാരണം ഇത്തരത്തിൽ പല ഉദാരീകരണ നടപടികളുടെ ഭാഗമായിട്ട് പല സ്ഥലത്ത്, ഉദാഹരണത്തിന് ഇന്ത്യൻ ബാങ്കിങ് സെക്ടർ ആകട്ടെ, അല്ലെങ്കിൽ ടെലികോം സെക്ടറിലാകട്ടെ, അല്ലെങ്കിൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാവട്ടെ, ഇവിടെയൊക്കെ പ്രൈവറ്റ് പ്ലേയേഴ്സ് വരാൻ തുടങ്ങിയതോടു കൂടിയാണ് അഴിമതിയുടെ കനത്ത തോതിലുള്ള അഴിമതി നമ്മൾ കാണുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ സാമ്പത്തികപരമായി എന്താണ് ഈ നയപരിപാടികൾ ഇവർക്ക് മുന്നോട്ട് വെക്കാനുള്ളത്? ഇത്തരം നയപരിപാടികളാണ് യഥാർത്ഥത്തിൽ ഈ അഴിമതിയുടെ കാരണങ്ങളായി മാറുന്നത്. ശ്രീ വി കെ ആദർശ്, തിരിച്ചു വരാം. ശ്രീ സുനിൽ ജോർജ്, താങ്കൾ പറഞ്ഞു 100 വർഷം പഴക്കമുള്ള പാർട്ടികൾ എന്ന്. ആ പാർട്ടികൾക്ക് കൃത്യമായ പ്രത്യയശാസ്ത്രമുണ്ട്, കൃത്യമായ കാഴ്ചപ്പാടുണ്ട്, അതിൽ നിന്നുള്ള വ്യതിചലനമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതുകൊണ്ട് ആ 100 വർഷത്തിനപ്പുറത്ത് അവരുടെ ആദർശം എന്തായിരുന്നു, അവരുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഒരു ഭാഗത്ത്. മാത്രവുമല്ല, ഡൽഹിയിൽ ഓരോ മണ്ഡലത്തിലെയും തനത് പ്രശ്നങ്ങൾ, ഓരോ മണ്ഡലത്തിലെയും സവിശേഷ പ്രശ്നങ്ങൾ കാണുകയും പഠിക്കുകയും ചെയ്തു എന്നതാണ് ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ച ഒരു പ്രധാനപ്പെട്ട തന്ത്രം. അങ്ങനെയുള്ളപ്പോൾ കേരളത്തിൻ്റെതായ പ്രശ്നങ്ങൾ പഠിക്കാൻ എത്രമാത്രം നിങ്ങൾ തയ്യാറാവുന്നുണ്ട്? തീർച്ചയായും അത് ഞങ്ങൾ തയ്യാറായേ മതിയാവും. കാരണം നമ്മുടെ മഹാത്മാഗാന്ധി നമ്മളോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ 20 പേരിരുന്നിട്ടുള്ള നിങ്ങൾ ഇവിടുത്തെ നിയമങ്ങൾ നിർമ്മിക്കേണ്ടതും ഇവിടുത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതും നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകുക. അതാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. സ്വരാജ് എന്ന് പറയുന്ന ആശയം ചർച്ച ചെയ്യേണ്ടത് ഗ്രാമസഭകളിലാണ്. ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ജീവൻ കിടക്കുന്നത്. അവിടെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അപ്പൊ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്നത് ഓരോ വിഷയങ്ങളിലും ജനങ്ങളുടെ ആവശ്യം മുന്നിൽ നിർത്തി ജനങ്ങളോടൊപ്പം ചേർന്ന് അത് കൃത്യമായി നയം എന്താണ് എന്ന് നമ്മൾ വെളിപ്പെടുത്തുക. ആ വെളിപ്പെടുത്തുന്ന നയം തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുക. അതാണ് ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള വ്യതിചലനം. അവർ നയം എന്ന് പറഞ്ഞ് ഒരെണ്ണം പറയുകയും അത് ഉയർത്തി കാണിക്കുകയും അത് പറഞ്ഞ് വോട്ട് നേടുകയും ചെയ്യും. ചൂണ്ടിക്കാണിച്ചതുപോലെ അഴിമതി എന്ന ഒരു പ്രശ്നത്തെ വലിയ പ്രശ്നമാക്കി നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, അഴിമതി എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നത്തിന്റെ ഒരു ചെറിയ ടിപ്പ് ഓഫ് ഐസ്ബർഗ് എന്ന് പറയുന്നത് പോലെ ചെറിയൊരു പ്രശ്നം മാത്രമാണ്. അഴിമതി അതിന്റെ ഒരു പ്രതിഫലനങ്ങളിൽ ഒന്ന് മാത്രമാണ്. പക്ഷെ അതിന് കാരണമായിട്ടുള്ള നിരവധി കാരണങ്ങളുണ്ട്. അതിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഉപരിപ്ലവമായി കാര്യങ്ങളെ സമീപിക്കുന്നു എന്ന് ആദർശ് പറയുന്നത്. തീർച്ചയായും അതിലൊരു കൃത്യമായ മറുപടിയുണ്ട്. കാരണം ആം ആദ്മി പാർട്ടി കൃത്യമായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്കനുസരിച്ച് നമ്മൾ രൂപവൽക്കരിച്ചതിന് ശേഷം അതിൽ എത്രമാത്രം പരിഷ്കാരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഏറ്റവും പുതിയൊരു വെർഷൻ മൊബൈൽ എടുക്കുകയാണെങ്കിൽ ആ മൊബൈലിന് കാലാനുസൃതമായി പരിഷ്കാരങ്ങൾ വരുത്താറില്ലേ? ഇതുപോലെ ഇന്ത്യൻ ഭരണഘടനയിൽ എന്ത് പരിഷ്കരണമാണ് നടത്തിയിട്ടുള്ളത്? തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായാലും ജുഡീഷ്യറി ആയാലും പോലീസ് ആയാലും മറ്റ് ഏത് ഫണ്ടമെന്റൽ വിഷയങ്ങളിൽ എന്ത് പരിഷ്കരണമാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ നടത്തിയിട്ടുള്ളത്? ഇതെന്തേ ഇന്നത്തെ ജനമാണോ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നത്? അന്നത്തെ സാങ്കേതിക വിദ്യയാണോ ഇന്നുള്ളത്? ഇത് കാലാനുസൃതമായി പരിഷ്കരണങ്ങൾ നടത്തേണ്ടത് ആരാണ്? ഇവിടെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചു പോകുന്ന ഈ ജനപ്രതിനിധികൾ തന്നെയല്ലേ ഇത് ചെയ്യേണ്ടത്? ആ വിഷയത്തിൽ അവർ പരാജയപ്പെട്ടപ്പോൾ കാലാനുസൃതമായ മാറ്റം എന്ന് പറയുമ്പോൾ ശ്രീ പിയേഴ്സൺ, അതിൽ
രാഷ്ട്രീയ പാർട്ടികളുടെ മാറ്റം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഭരണഘടനാ തിരുത്തൽ സംബന്ധിച്ച് മാത്രമല്ല, പാർട്ടിയുടെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ സമീപന രീതികളിൽ മാറ്റം വരുത്തേണ്ടി വരും, അതിന്റെ പ്രത്യയശാസ്ത്ര സമീപനങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും, അതിന്റെ പ്രവർത്തന രീതികളിൽ മാറ്റം വരുത്തേണ്ടി വരും. ആ നിലയ്ക്ക് ഇപ്പോൾ കാണുന്ന രീതിയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തന ശൈലി അത് പുതിയ കാലഘട്ടത്തിന് യോജിക്കുന്നത് ആണോ, പഴയ പ്രസ്ഥാനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്തതാണോ ഇവിടുത്തെ പ്രശ്നം? തീർച്ചയായിട്ടും പുതിയ കാലത്തിനനുസരിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ പ്രവർത്തന രീതികളെയും സമീപനങ്ങളെയും മാറ്റുക എന്ന് പറയുന്നത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പഴയ സമൂഹത്തിലല്ലല്ലോ 100 വർഷം മുമ്പ് രൂപപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള പാർട്ടി ഇടപെട്ട സമൂഹത്തിലല്ല ഇന്ന് ആ പാർട്ടി ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും 100 വർഷങ്ങൾക്ക് മുമ്പ് അവരെടുത്തിരുന്നതായിട്ടുള്ള രീതിശാസ്ത്രം എന്ന് നമുക്ക് പറയാം, മെത്തഡോളജി എന്ന് പറയുന്നത്, അത് ഇന്നത്തെ സമൂഹത്തിൽ അവർക്ക് പ്രയോഗിക്കാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ പ്രയോഗിച്ച് വിജയിക്കാനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യം തർക്കമില്ലാത്തൊരു കാര്യമാണ്. അതിലൊക്കെ ഈ പഴയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വലിയ പോരായ്മകൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ധാർമ്മികതയാണ്. ആ ധാർമ്മികത ഇപ്പോ വളരെ വളരെ നാളുകൾക്ക് മുമ്പ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ലോക ചരിത്രം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആദ്യ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ധാർമ്മികതയായിരുന്നു അതിന്റെ ശക്തി എന്ന് പറയും. ആ ധാർമ്മികത ചോർന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തിൽ വിമോചനത്തിലുള്ള ഒരു പ്രവർത്തനമല്ലാതായി മാറിത്തീരുന്നത്. കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യയിൽ ആദ്യമായിട്ട് രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ അതിനുണ്ടായിരുന്ന ആദർശാത്മകമായിട്ടുള്ള ശുദ്ധിയും അതേപോലെ തന്നെ അതിന്റെ ധാർമ്മിക ശക്തിയും എത്രയോ തീവ്രമായിരുന്നു. അതുകൊണ്ടാണ് ജനങ്ങളെ വലിയ തോതിൽ സ്വാധീനിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നത്. പിന്നീട് അതെല്ലാം നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പാർട്ടി പുനർനിർമ്മിക്കപ്പെടുക എന്ന് പറയുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റാത്തത് കൊണ്ട് തന്നെയാണ് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ഒന്നും തന്നെ ഇന്നത്തെ സമൂഹത്തെ അഭിസംബോധന ചെയ്യാനായിട്ടുള്ള കരുത്തില്ലാതെ പോകുന്നത്. അത് തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആം ആദ്മി പാർട്ടി പോലുള്ള പാർട്ടി രൂപപ്പെട്ടു വരുമ്പോൾ ഇത്തരം പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ ജാഗ്രത വളരെ ശക്തമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഡൽഹി തന്നെ അതിനകത്തെല്ലാം ഉദാഹരണമാണ്. കാരണം ഡൽഹിയിലെ 32 സീറ്റ് കിട്ടിയിട്ട് പോലും കുതിര കച്ചവടം നടത്തി ഒരു മിനിസ്ട്രി ഉണ്ടാക്കാനായിട്ട് ഉള്ള ശ്രമം പോലും പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ധൈര്യം BJPക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. മുൻപ് അങ്ങനെ ആയിരുന്നില്ല സ്ഥിതി. കുതിര കച്ചവടം നടത്തി അവരവരുടെ സർക്കാർ ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ പുതിയ തരത്തിലുള്ള രാഷ്ട്രീയ ജാഗ്രത വികസിപ്പിക്കുന്ന കാര്യത്തിൽ ഈ പുതിയ പാർട്ടി വലിയ തരത്തിലുള്ള സംഭാവന ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശ്രീ PSN തിരിച്ചെത്താം. ശ്രീ VK ആദർശ്, കാലത്തിന്റെ മാറ്റം വളരെ പ്രകടമാണ്. പഴയതുപോലുള്ള മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ അസാധ്യമായിരിക്കാം. അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇടവേളകളിൽ കിട്ടുന്ന അവരുടെ രാഷ്ട്രീയമായ ചില അവരുടെ പ്രതിബദ്ധതയുടെ പ്രകടനമായി അത് പ്രകടിപ്പിക്കുന്നുണ്ടാവാം. അങ്ങനെ ആയിരിക്കും സോഷ്യൽ സൈറ്റുകളിലൊക്കെ ഇതിന്റെ പ്രചാരം വളരെ ശക്തമാവുന്നത്. അതുപോലെ ആ രീതിയിൽ നമ്മൾ പുതിയ കാലത്ത് പുതിയ തൊഴിൽ സംസ്കാരത്തിന് അനുസരിച്ച് ഒക്കെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും കാഴ്ചപ്പാടുകളിലും ഒക്കെ മാറ്റം വരുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ പറയാറുണ്ട് പുതിയ കാലത്ത്, ഉത്തരാധുനിക കാലത്ത് എല്ലാ തരത്തിലുള്ള ബൃഹദാഖ്യാനങ്ങളും ഇല്ലാതായിത്തീരുന്നു എന്നും പുതിയ പുതിയ ഇത്തരം രൂപങ്ങളാണ് ഉണ്ടാവുക എന്നൊക്കെ പൊതുവെ നമ്മുടെ സൈദ്ധാന്തിക ചർച്ചകളിൽ വരാറുമുണ്ട്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇത് പറഞ്ഞ ഈ അല്പസമയത്ത് അല്ലെങ്കിൽ ഒഴിവ് സമയത്ത് ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം കാണാതിരിക്കരുത്, ഇവിടെ ഇടതു വലതു കക്ഷികളുടെ അതിൽ പ്രത്യയശാസ്ത്രം നന്നായി തന്നെ ഉരുക്കഴിച്ച് പറയാൻ പറ്റുന്ന ആൾക്കാരടക്കം ഈ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണെന്നുള്ളതും സക്രിയരാണെന്നുള്ളതും നമ്മൾ മറക്കരുത്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ആം ആദ്മി പാർട്ടി വന്നിട്ട് 1 വർഷം ആയിട്ടില്ലല്ലോ, ഞങ്ങൾ പിച്ച വെക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, ഞങ്ങളെ എന്തിനാണ് താരതമ്യപ്പെടുത്തുന്നത്? ഇത് ആദ്യമായിട്ടല്ലല്ലോ ഇന്ത്യയിൽ സംഭവിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പഠിക്കേണ്ട ഒരു ആവശ്യം ആദ്യം ആം ആദ്മി പ്രവർത്തകർക്കുണ്ട്. തെലുങ്കുദേശം പാർട്ടി നിലവിൽ വരുന്ന അന്ന് NT രാമറാവുവിന്റെ ഒക്കെ നിലവിൽ വരുന്ന ഏകദേശം 1 വർഷം കൊണ്ടാണ് അവർ പെട്ടെന്ന് തന്നെ സർക്കാർ ഭരണത്തിലേക്ക് എത്തിയത്. ആസാമിലും ഉണ്ട് ഇതേ കണക്കുള്ള ഉദാഹരണങ്ങൾ. ഇത്തരത്തിലെ ഒരുപാട് ഉദാഹരണങ്ങൾ പല സ്ഥലത്തും, അതും 2 ദേശീയ പാർട്ടികളെയൊക്കെ കവച്ചു വെച്ചിട്ടാണ് ഈ പാർട്ടി ഉയർത്തെഴുന്നേറ്റ് വരുന്നു എന്നുള്ളത്. നേരത്തെ NM പിയേഴ്സൺ സാർ സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായൊരു വശമുണ്ട്. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ പറയുന്ന പതിറ്റാണ്ടിന്റെ പാരമ്പര്യം പേറുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അല്ലെങ്കിൽ 3-4 പതിറ്റാണ്ടായി ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഈ കഴിഞ്ഞ 2-3 മാസത്തിനകത്ത്, അല്ലെ ആം ആദ്മി പാർട്ടിയുടെ ഒരു വലിയ എമർജൻസി
മുഖേന അവർ മാറ്റുന്നുണ്ട്. രാഹുൽ ഗാന്ധി അല്ലേ പറഞ്ഞത് ഞങ്ങൾ ജനങ്ങളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മാനിഫെസ്റ്റോ മാറ്റുമെന്ന്? ഇന്നല്ലേ പ്രകാശ് കാരാട്ട് പറഞ്ഞത്? പിന്നെ കേജ്രിവാളിനെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ച് ഞങ്ങൾക്കും അതിൽ നിന്ന് പഠിക്കാനുണ്ടെന്നുള്ള വ്യക്തമായ സൂചനയാണ് കൊടുക്കുന്നത്. അത്തരത്തിൽ ആം ആദ്മി പാർട്ടി നല്ലതുപോലെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും അവരുടെ ധർമ്മം അതായിരിക്കും, ഒരു തിരുത്തൽ ശക്തിയായി അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആകണം എന്ന് പഠിപ്പിക്കാനായി അവർ പ്രവർത്തിക്കും. ഇനി രണ്ടാമത് ഗാന്ധിജിയിലേക്ക് പറഞ്ഞതല്ലോ, ഒരു കാര്യം ഗാന്ധിജിയുടെ കാര്യം കൂടെ സൂചിപ്പിക്കാതെ നിർവാഹമില്ല. എന്താ ഗാന്ധിജി പറഞ്ഞത്? ഗ്രാമങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അന്ന് വലിയൊരു ഡിബേറ്റാണ് ഇവിടെ നടന്നിരുന്നത്. വിശ്വേശ്വരയ്യയും, അതായത് മൈസൂറിന്റെ ദിവാനായിരുന്ന ഇന്ത്യയിൽ ഭക്രാനങ്കൽ വലിയ വലിയ വൻകിട അണക്കെട്ടുകൾ, മൈസൂർ അണക്കെട്ടടക്കം നിർമ്മിച്ച, കൃഷ്ണസാഗർ ഡാം നിർമ്മിച്ച, മൈസൂർ സോപ്പ് ഫാക്ടറി നിർമ്മിച്ച, വലിയ സ്റ്റീൽ ഫാക്ടറികളൊക്കെ ഉണ്ടാക്കിയിരുന്ന വിശ്വേശ്വരയ്യയും ഗാന്ധിജിയുമായി വലിയ തർക്കം ഉണ്ടായിരുന്നു. ഗാന്ധിജി പറഞ്ഞിരുന്നത് പ്രൊഡക്ഷൻ ബൈ മാസ് വേണമെന്നാണ്, വിശ്വേശ്വരയ്യ പറഞ്ഞത് മാസ് പ്രൊഡക്ഷൻ വേണമെന്നാണ്. ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്ന് ഇതുവരെയുള്ള എല്ലാ വർത്തമാനങ്ങൾ കൊണ്ട് നമ്മൾ വളരെ നല്ലതുപോലെ മനസ്സിലാക്കിയതാണ്. ഗ്രാമങ്ങളിലേക്ക് എത്തണമെന്നൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ ഗാന്ധിജി പറഞ്ഞ ഗ്രാമങ്ങളിലെ ഭദ്രമാക്കണമെന്ന് പറഞ്ഞത് എന്തൊക്കെ ആസ്പെക്റ്റിലാണ്? നേരത്തെ NM പിയേഴ്സൺ സാർ സൂചിപ്പിച്ച പോലെ അതിനുശേഷം 70-80 വർഷം കഴിഞ്ഞിരിക്കുന്നു. അന്നത്തെ ഗാന്ധിജി പറഞ്ഞിരുന്ന കോണ്ടെക്സ്റ്റിൽ ഒരുപക്ഷെ ഗാന്ധിജി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഗാന്ധിജി സംസാരിക്കുക ഗ്രാമത്തെ വേറൊരു രീതിയിൽ സ്വയം പര്യാപ്തമാക്കണമെന്നായിരിക്കും. ഇത്തരത്തിൽ കാലാനുസൃതമായി പല മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ ആം ആദ്മി പാർട്ടി സ്വയം ഒരു വലിയ ശക്തിയായി വളരുന്നതിന് പകരം ആം ആദ്മി പാർട്ടിയുടെ സ്വാധീനം മറ്റു പാർട്ടികളെ സമീപനങ്ങളെ മാറ്റും എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഈ ചർച്ചയിൽ പങ്കെടുത്ത ഇരുവരും ഉറപ്പിച്ചു പറഞ്ഞത്. തീർച്ചയായും ഒന്ന് രണ്ട് വിഷയങ്ങൾ എനിക്ക് സൂചിപ്പിക്കാൻ വളരെ പെട്ടെന്ന്. തീർച്ചയായും അത്തരം ഒരു മാറ്റം വന്നാൽ അത് നമ്മുടെ സമൂഹത്തിന് നല്ലതല്ലേ? കാരണം ആം ആദ്മി പാർട്ടിയെ കണ്ട് മറ്റു പാർട്ടികൾ മാറുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിനാണ് നല്ലത്. അക്കാര്യത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വളരെ വില കുറച്ച് കാണരുത്. കാരണം നമ്മുടെ രാജ്യത്തെ 40% അടുത്ത ഈ 2014 തെരഞ്ഞെടുപ്പിൽ 40% വോട്ടർമാര് 35 വയസ്സിൽ താഴെയുള്ളവരാണെന്ന് നമ്മുടെ പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. 160ഓളം മണ്ഡലങ്ങളിൽ സോഷ്യൽ മീഡിയയ്ക്ക് വ്യക്തമായ സ്വാധീനമുണ്ടെന്ന് കൃത്യമായി പഠനങ്ങൾ പുറത്തു വന്നതാണ്. ഈ 160 മണ്ഡലങ്ങളിൽ കേരളത്തിലെ 10 ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ടെന്നും ആ പഠനങ്ങളിൽ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പൊ സോഷ്യൽ മീഡിയയെ വില കുറച്ച് കാണരുത്. സോഷ്യൽ മീഡിയയും ഇന്നത്തെ കാലത്തിന്റെ ആവശ്യമാണ്. അതിന് കൃത്യമായ സ്വാധീനം ഈ വോട്ടർമാരുടെ ഇടയിലുണ്ട്. കാരണം ഈ സോഷ്യൽ മീഡിയയിലെ വ്യക്തി മാത്രമല്ല, ആ വ്യക്തി ഇടപെടുന്ന സമൂഹമുണ്ട്. ഇല്ലില്ല, ഈ സോഷ്യൽ മീഡിയയിൽ ഇടത് വലത് മുന്നണിക്കും BJP ഉൾപ്പെടുന്ന വലത് മുന്നണിക്കും വളരെ വ്യക്തമായ സാന്നിധ്യം ഉണ്ടല്ലോ. ഇപ്പറഞ്ഞ ഈ സോഷ്യൽ മീഡിയയിൽ കേരളത്തിൽ വരുന്ന 12 മുതൽ 15% വരുന്ന വോട്ടർമാരുടെ ഇടയിൽ സോഷ്യൽ മീഡിയയ്ക്ക് സ്വാധീനം എന്ന് പറയുന്നത് അവർക്ക് എത്തപ്പെടൽ മാത്രമേ ഉള്ളൂ. ഈ ഫേസ്ബുക്കിൽ ഇരിക്കുന്നവരെല്ലാം പോയി ഒരാൾക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും ഒരർത്ഥവുമില്ല. ആ 162 കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കണക്ക് ഒന്ന് നന്നായി വായിച്ചു നോക്കുന്ന പ്രയോജനപ്പെടും. അവിടുത്തെ ഭൂരിപക്ഷമായി ബന്ധപ്പെട്ട് ഇതൊരു ഫാക്ടറായി വരികയാണ്. അല്ലാതെ ഇവർ തീരുമാനിക്കുമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാവരും ഫേസ്ബുക്കിലുള്ളവർ തന്നെയാണ്, ഏറെ സമയത്ത് ട്വിറ്ററിലുള്ളവർ തന്നെയാണ്, സമർത്ഥമായി ആ മാധ്യമത്തെ വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ആ നിൽക്കുന്ന 12% ആൾക്കാരിൽ ഇടതുപക്ഷം വലതുപക്ഷം കുറച്ചു നിർത്തി എത്ര പേരാ ഉള്ളത്? ശ്രീ സുനിൽ ജോർജ് വ്യക്തമായി കാണുമല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനെ ഒന്നും എതിർക്കുന്നില്ല. കാരണം ഈ ഒരു വോട്ടും ഇല്ല എന്ന് പറഞ്ഞതാണ് ഡൽഹിയിലെ. പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ജനങ്ങൾ ഈ കാലങ്ങളായിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നയം എന്താണോ, നടപ്പിലാക്കുന്നത് എന്താണോ, ഇത്തരം വിഷയങ്ങളൊക്കെ കൃത്യമായി ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ ഇത് മനസ്സിലാക്കി ജനങ്ങൾ അതിനനുസരിച്ച് വോട്ട് ചെയ്യുന്നുണ്ട്. ഈ സാധാരണക്കാരുടെ പ്രതികരണം ഞങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാം. ഓരോ വിഷയങ്ങളിൽ ഇപ്പൊ ഓട്ടോ തൊഴിലാളികളായാലും മറ്റു തൊഴിലാളികളായാലും സാധാരണക്കാരായ ഏത് വ്യക്തികളുടെ അടുത്തും, കൃഷിക്കാരായാലും ഇന്ന് എവിടെയും സംസാരം ആം ആദ്മി പാർട്ടിയെ കുറിച്ചാണ്. ഈ ആം ആദ്മി പാർട്ടി കേരളത്തിൽ വലിയ സംഭവമൊന്നും ആയിട്ടുമല്ല. ഇതുവരെ അത്ര വലിയ കാര്യങ്ങൾ ആം ആദ്മി പാർട്ടി സ്വയം വിലയിരുത്തുന്നതാണോ, ആം ആദ്മി പാർട്ടിയെ കുറിച്ച് മറ്റുള്ളവർ വിലയിരുത്തുന്നതിലാണോ, എവിടെയാണ് തകരാറ്? രണ്ടിടത്തും തകരാറുണ്ടോ? വിലയിരുത്തലുകള് യാഥാർത്ഥ്യബോധത്തോടുകൂടി നിർവഹിക്കപ്പെട്ടാൽ മാത്രമാണ് അത് ശരിയായിട്ടുള്ള രീതിയിൽ സമൂഹത്തിന് ഗുണകരമായി തീരുകയുള്ളൂ. അതാത് പാർട്ടികൾ എപ്പോഴും അവരെ വളരെ ഉയർന്ന തരത്തിൽ വിലയിരുത്തുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. പാർട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല, വ്യക്തികളുടെ കാര്യത്തിലും അത് തന്നെയാണ്. പക്ഷെ ഇന്നത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടിന് അല്പം മാറ്റം വരുത്തുന്നതാണ് നല്ലത്. നമ്മളെ എങ്ങനെ മറ്റുള്ളവർ കാണുന്നു എന്നുള്ള കാര്യം പഠിക്കുക. യഥാർത്ഥത്തിൽ ഈ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ആദർശത്തിൽ അത്തരത്തിലൊരു നിലപാട് വളരെ പ്രസക്തമായിട്ട് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തങ്ങളെ മറ്റുള്ളവർ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് വളരെ കാര്യഗൗരവത്തോടെ അവർ പരിശോധിക്കേണ്ടത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരിച്ച് നമ്മുടെ വിലയിരുത്തലിലും
തീർച്ചയായിട്ടും നമ്മളുടെ വിലയിരുത്തലിനും അത്തരത്തിലുള്ള യാഥാർത്ഥ്യബോധം ഉണ്ടാവണം. അല്ലാണ്ട് ഇന്നലെ വന്ന പാർട്ടിയാണ്, ഇവർക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല എന്നൊന്നും കരുതേണ്ടത് ശരിയല്ല. അവർ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ചലനങ്ങളെ പോസിറ്റീവായിട്ട് തന്നെ കണ്ടാൽ മാത്രമാണ് നിലനിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അതുപോലെ സമൂഹത്തിനും അത്തരത്തിലുള്ള കാര്യങ്ങളെ ശരിയായ രീതിയിൽ വിലയിരുത്താനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇരുവരും സ്വാഭാവികമായിട്ടും തുറന്ന സമീപനം ഈ കാര്യത്തിൽ എടുക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ പി എസ് എൻ, അവസാനമായി ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ വാചകം കൂടി, ഈ ലൈക്കുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ ലൈക്കുകൾ ഒരു രാഷ്ട്രീയമായ പിന്തുണയാണോ? തീർച്ചയായിട്ടും ഇന്ന് നിലനിൽക്കുന്ന ജീർണതയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനം, ഒരു ബദൽ എന്ന് പറയുന്നത് വേണം എന്ന് പറയുന്നത് തന്നെയാണ് ആ ലൈക്കുകളുടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. അത് അതെങ്ങനെ വേണം എന്നുള്ളത് കാലം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. വളരെയധികം നന്ദി ശ്രീ NM PSN, ഒപ്പം ശ്രീ VK ആദർശ് സുനിൽ ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇനിയൊരു ഇടവേളയിലേക്ക്.